Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സെറ്റ് ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞു. നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ജൂണിലെ എക്സാമാണ് അല്ലേ. അപ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ സെറ്റ് എക്സാമിൽ നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജൂണിലെ സെറ്റ് എക്സാം വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ജൂണിലെ ഫോക്കസ് ഏരിയാസ് ആണ്. ജൂൺ എക്സാമിൽ നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാം, അതിന് മുന്നേ നടന്ന സെറ്റ് എക്സാമുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചധികം വ്യത്യാസമുണ്ട്. കാരണം സ്ഥിരമായിട്ട് ചോദിക്കുന്ന പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, എങ്കിൽ പോലും ചോദിക്കാത്ത ഭാഗത്ത് നിന്നും കൂടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള ഒരു എക്സാം തന്നെ ആയിരുന്നു. അപ്പോൾ പുതിയതായിട്ടുള്ള എക്സാമിൽ, കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ഫോക്കസ് ഏരിയാസ് കൂടെ നമ്മൾ ഇനി വരാൻ പോകുന്ന ജൂണിലെ എക്സാമിന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ പേപ്പറിലും ഏതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയാസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ കഴിഞ്ഞ സെറ്റ് എക്സാമിനും അതിന് മുന്നത്തെ സെറ്റ് എക്സാമിനൊക്കെ ആയിട്ട് നമ്മളുടെ ബാച്ചിൽ നിന്ന് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വരുന്നേ ഉള്ളൂ. അതിന് മുന്നേ സെറ്റ് എക്സാം നടന്നപ്പോൾ അത് ആ ബാച്ചിൽ നിന്ന് പാസ് ഔട്ടായ, അതായത് ആ ബാച്ചിന് ക്രാക്ക് ചെയ്ത കുട്ടികളുടെ റിവ്യൂസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് സെറ്റ് എക്സാം കഴിയുമ്പോഴേക്കും, അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും നിങ്ങളായിരിക്കണം ഇതുപോലെ റിവ്യൂസ് തരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്കറിയാം സെറ്റിന് ഇത്രയേറെ പേപ്പേഴ്സ് ആണ് ഉള്ളത് അല്ലേ. 9 പേപ്പേഴ്സ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്. ഇത്രയും പേപ്പേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത് വരുന്ന ജൂണിനുള്ളിൽ. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, അതായത് സ്ഥിരമായിട്ട് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലാതെ സെറ്റ് എക്സാം ഉണ്ടാവാറില്ല. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ടോപ്പിക് എന്ന് നോക്കിക്കേ. കോംപ്ലക്സ് വേരിയബിൾസ്, വെക്റ്റർ കാൽക്കുലസ്, സ്പെഷ്യൽ ഫങ്ഷൻസ്, ഓപ്പറേറ്റർ ഓൾജിബ്ര, ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് തിയറംസ്. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന് ഇത്രയും ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. നോക്കിക്കേ, ഇവിടെ ആവറേജ് ഓഫ് ദ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ, ഒരു ലിമിറ്റ് തന്നിട്ട് ആ ലിമിറ്റിനുള്ളിൽ ആ ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്, അത് കോംപ്ലക്സ് വേരിയബിൾസ് നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താ, റെസിഡ്യൂ, അത് സ്ഥിരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2-ൽ കൂടുതൽ എന്തായാലും ചോദിക്കാറുണ്ട്, റെസിഡ്യൂ കാണാനുള്ള ക്വസ്റ്റ്യൻ. പിന്നെ എന്താ, ഒരു വേറിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഗ്രേഡിയൻറ്റ് കാണാനായിട്ട്. വെക്ടർ ഓൾജിബ്ര പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ്, കേള് കാണാനൊക്കെ. അപ്പോൾ അതിന് മുന്നത്തെ എക്സാമിൽ കേൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് എക്സാമിൽ ഗ്രേഡിയൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഗ്രേഡിയൻറ്റ് കാണാനായിട്ട്. പിന്നെ എന്താ നോക്കിക്കേ, വളരെ സിമ്പിളായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിച്ച് അത് പഠിക്കാതെ പോയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഭാഗത്തു നിന്നുള്ളത്. അതായത് നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ, A.B എന്ന് പറയുന്നത് AB cos θ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നിന്ന്, ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് മോഡുലസ് ഓഫ് A+B = മോഡുലസ് ഓഫ് A-B തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ക്ലാസ്സുകളിൽ നമ്മൾ സ്ഥിരം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ വരുന്ന ജൂൺ എക്സാമിൽ ഇതും ഓർക്കണം. അതുപോലെ തന്നെ അതിന് മുന്നത്തെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് പോകുമ്പോൾ ഓസിലേഷൻസ് എന്ന് ചോദിക്കാം, സെൻട്രൽ ഫോഴ്സ് മോഷൻ ചോദിക്കാം, കൺസ്ട്രെയിൻസ് ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ്, ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ വരാറുണ്ട്. പിന്നെ കനോണിക്കൽ മൊമെൻറ്റം ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ നമ്മൾ PG പഠിച്ചതാണ്, അതൊക്കെ സിമ്പിളായിട്ട് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ, ഇൻവേരിയൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാണ്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. ഈ ഓരോ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് നമ്മൾ ഇക്വേഷൻസ് പഠിക്കുമ്പോഴും ഇൻവേരിയൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ഏതാണെന്നുള്ളത് കറക്റ്റ്ലി നോട്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് A and B represent the operators of 2 dynamic variables and they commute, then the value of Poisson bracket of A and B, അതായത് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, 2 ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിസൺ ബ്രാക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 0 ആണെന്നുള്ളത് അറിയാം.
ഇനി കനോണിക്കൽ മൊമെന്റം ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അതും ഒരു ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് ചോദിച്ചത്. ഇൻവേരിയന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാന്നുള്ളത്. ഫോഴ്സ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ഉണ്ട്. പെർട്ടർബേഷൻ തിയറി എന്ന് ചോദിക്കാം. ഡീജനറസി ആയിട്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വാണ്ടം ഓപ്പറേറ്റേഴ്സ് ആൻഡ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ്, ആംഗുലാർ മൊമെന്റം, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോൺസ്, സ്കാറ്ററിംഗ് തിയറി, ഇത്രയും ഭാഗങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ മൊമെന്റം സ്പേസിലെ പൊസിഷൻ ഓപ്പറേറ്റർ എന്താണ്, എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഹാമിൽട്ടോണിയൻ തന്നിട്ട് അതിൻ്റെ ഈഗൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ അനൈസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ, ഐസോട്രോപ്പിക്കും ഉണ്ട് അനൈസോട്രോപ്പിക്കും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം ക്വസ്റ്റ്യനിലേക്ക് കടക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷനിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് വരുന്ന വീഡിയോസിലെല്ലാം നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനുമായിട്ട് നമുക്ക് കാണാം. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് വരുമ്പോഴോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ചോദിക്കാം. പാർട്ടീഷൻ ഫംഗ്ഷൻ, ഹാർമോണിക് ഓസിലേറ്റർ പാർട്ടീഷൻ ഫംഗ്ഷൻ, ഫോട്ടോൺ ഗ്യാസ് തെർമോഡൈനാമിക്സ്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഇൻ വിച്ച് വേവ് ലെങ്ത് റീജിയൻ ദ പ്ലാങ്ക്സ് ലോ റെഡ്യൂസസ് ടു വീൻസ് ലോ വെൻ അപ്ലൈഡ് ടു സോളാർ റേഡിയേഷൻ. ഈ ക്വസ്റ്റ്യൻ തന്നെ പല തരത്തിൽ ചോദിക്കാം. ലോങ്ങർ വേവ് ലെങ്ത്തിലാണോ ഷോർട്ടർ വേവ് ലെങ്ത്തിലാണോ, ചിലപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ EM റേഡിയേഷൻ തരാം. അപ്പോൾ അങ്ങനെയും നമ്മൾ ഇൻഡയറക്ട്ലി ചോദിച്ചാലും അറിയണം. ആൻഡ് വിച്ച് ഈസ് ട്രൂ ആസ് ഫാർ ആസ് ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി ഓഫ് ഫോട്ടോൺ ഗ്യാസ് ഈസ് കൺസിഡേർഡ്. എന്താണ് ടെമ്പറേച്ചറും എൻട്രോപ്പിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫൈൻഡ് ദ ഫ്രീ എനർജി ഓഫ് n ഇൻഡിപെൻഡൻറ്റ് ഓസിലേഷൻസ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഇവിടെ പാർട്ടീഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n ഇൻഡിപെൻഡൻറ്റ് ഓസിലേഷൻസിൻ്റെ ഫ്രീ എനർജിയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു കണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയാണ്. ഇവിടെ വേവ് ഗൈഡ്സ് ചോദിക്കാം. പിന്നെന്താ മാക്സ്വെൽ ഇക്വേഷൻസ്, ബൗണ്ടറി കണ്ടീഷൻ ചോദിക്കാം. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാം. വെക്റ്റർ പൊട്ടൻഷ്യൽ, പോയിന്റിങ്സ് വെക്റ്റർ, ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാൻ കാരണം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താ റെയിലിക് സ്കാറ്ററിംഗ്, പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അങ്ങനെയൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് EDയിലെ ടോപ്പിക്സ് വരുന്നത്. ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് ആൻ ഇക്വറ്റോറിയൽ പോയിന്റ്, അതെങ്ങനെയാണ് ആറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി അസോസിയേറ്റഡ് വിത്ത് എ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ, അതായത് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ A തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ B കണ്ടുപിടിക്കുന്നത്. പിന്നെ എന്താ എക്സിസ്റ്റൻസ് ഓഫ് 0 പോയിന്റ് എനർജി ഫോർ എ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ ഇസ് എ കോൺസിക്വൻസ് ഓഫ്, ഇത് സ്ഥിരം കണ്ടുവരുന്ന സെയിം ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ഡിറ്റോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് അതിൽ ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിലേക്ക് വരുമ്പോഴോ അറ്റോമിക് സ്ട്രക്ചർ ചോദിക്കാം. പിന്നെ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത 3 പോയിന്റുകളാണിത്. ലാൻഡേജി ഫാക്ടർ എങ്ങനെ വന്നാലും ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഡീജനറസി, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, പക്ഷെ അത് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. പിന്നെ മൾട്ടിപ്ലിസിറ്റി, പിന്നെ അതുപോലെ തന്നെ സീമൻ ഇഫക്റ്റ്, NMR റീജിയൻ, ലേസേഴ്സ്, മോളിക്കുലർ എനർജി ലെവൽ ഇഫക്ട്സ്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്. അതുപോലെ തന്നെ സ്ഥിരം എല്ലാ സെറ്റ് എക്സാമിനും ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളും ഉണ്ട്. ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോൾ നോക്കിക്കേ, മൾട്ടിപ്ലിസിറ്റി ഓഫ് ടേംസ്, എന്താ മൾട്ടിപ്ലിസിറ്റിയുടെ ഇക്വേഷൻ തന്നെ 2s+1 എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ കാൽക്കുലേഷൻ ഒന്നും വന്നില്ല, നേരിട്ട് ആ ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പിന്നെ ദ ഓൺലി റെസൊണൻസ് ലൈൻ ഓഫ് സോഡിയം, പിന്നെ എന്താ ദ ലാൻഡേജി ഫാക്ടർ, D33യുടെ ലാൻഡേജി ഫാക്ടർ ചോദിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. ആൻഡ് ദ ഡീജനറസി ഓഫ് സ്പെക്ട്രൽ ടേം, ഇവിടെയും നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഡീജനറസി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിലേക്ക് വരുമ്പോഴോ ന്യൂക്ലിയർ മോഡൽസ് ഉണ്ട്, ബൈൻഡിങ് എനർജി, ന്യൂക്ലിയർ ഡീകെ, റൂദർഫോർഡ് സ്കാറ്ററിംഗ്, ന്യൂക്ലിയർ റിയാക്ഷൻസ്, പാർട്ടിക്കിൾ ഫിസിക്സ്, ഫിഷൻ റിയാക്ഷൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ മറക്കാതെ വിട്ടുകളയാതെ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോഴോ ഇതും വളരെ ഡയറക്ട്ലി ചോദിച്ചതാണ്. വോളിയം ഓഫ് ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം ഇസ് പ്രൊപ്പോർഷണൽ ടു, എന്താണ് മാസ് നമ്പർ ആയിട്ടാണ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്. പിന്നെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ ഈസ് മാക്സിമം ഫോർ ദ ന്യൂക്ലിയസ്, ഇത് നമ്മുടെ ക്ലാസ്സിൽ സെറ്റിൻ്റെ ബൂസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും സ്ഥിരമായിട്ട് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു റിയാക്ഷൻ തന്നിട്ട് അത് ഫോർബിഡൻ ആണോ, ഏത് ലോ ആണ് അത് വയലേറ്റ് ചെയ്യുന്നത്,
അത് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോ ബാരിയോൺ നമ്പർ അല്ലെങ്കിൽ മിയോൺ നമ്പർ അല്ലെങ്കിൽ ലെപ്റ്റോൺ നമ്പർ ഇതിൻ്റെ എല്ലാം കൺസർവേഷൻ നമ്മൾ പഠിക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നിന്ന് ചോദിക്കാം. ഫോണോൺസ്, പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ബാൻഡ് തിയറി, ഇലക്ട്രോൺ വെലോസിറ്റി ഇൻ ഇക്കി ഡയഗ്രാം ആൻഡ് ഹോൾ ഇഫക്റ്റ്, ഫെർമി എനർജി, എക്സ്റേ ഡിഫ്രാക്ഷൻ. ഇത്തവണ എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. ചെയ്തിട്ട് ഒരു ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തൊരു പ്രോബ്ലം ആയിരുന്നു അത്. അപ്പോൾ പിന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡി വൈസ് തിയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, ഇതിൻ്റെ ഒന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതല്ല, ആ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് മിക്ക ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ ക്വാണ്ടം ഓഫ് തെർമൽ എനർജി ഈസ് ടേംഡ് ആസ്. എന്താണ് തെർമൽ എനർജിയുടെ ഒരു ക്വാണ്ടത്തിനെ പറയുന്നത്? എന്താണ്? ഫോണോൺ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ലാറ്റിസ് വൈബ്രേഷൻ്റെ ക്വാണ്ടേനെയാണ് ഫോണോൺ എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ലാറ്റിസ് വൈബ്രേഷൻ തന്നെയാണ് തെർമൽ എനർജി ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തെർമൽ എനർജി എന്ന് അതിനെ റീപ്ലേസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റിയും തിരിച്ചും ചോദിക്കാം ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്പർ ഓഫ് ബ്രെവിസ് ലാറ്റിസ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ നേച്ചർ. ബ്രെവിസ് ലാറ്റിസസ് എത്രണ്ണം നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സസെപ്റ്റിബിലിറ്റി ഓഫ് സൂപ്പർ കണ്ടക്ടർ, അതെന്താണ് അതിൻ്റെ വാല്യൂ. പിന്നെ റെസിപ്രോക്കൽ ലാറ്റിസ് ടു ആൻ FCC ലാറ്റിസ്, ഇതും ഈ പറഞ്ഞ പോലെ എല്ലാ പരീക്ഷയിലും കാണുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ചിലപ്പോൾ BCC ചോദിച്ചാൽ അത് FCC ആണ്, FCC ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് BCC ആണ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന പേപ്പറിലേക്ക് കടക്കുമ്പോഴോ സെമി കണ്ടക്ടർ ഫിസിക്സ്, ഡയോഡ്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സേഴ്സ്, ഓപ്പറേഷണൽ ഒപ്പാമ്പുകളിൽ നിന്ന് ചോദിക്കാം. കൺവേർട്ടേഴ്സ്, ആംപ്ലിഫയേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ്. ഇത്തവണ ഇലക്ട്രോണിക്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇലക്ട്രോണിക്സിൽ നിന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് എക്സാമിൽ പഠിക്കണം. പക്ഷെ അതുപോലെ തന്നെ ആവണമെന്നുമില്ല. അതുകൊണ്ട് ഇത്തവണ ഇലക്ട്രോണിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് അടുത്ത തവണ ഇലക്ട്രോണിക്സ് കൂടുതൽ ഉണ്ടാവണം എന്നില്ല. പക്ഷേ കഴിഞ്ഞ് നമ്മളെപ്പോഴും വരുന്ന എക്സാമിലേക്ക് പഠിക്കുമ്പോൾ അതിന് മുന്നേ നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഒറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, അതിന് മുന്നത്തെ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടും. ഏതൊക്കെ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് എക്സാമിൻ്റെ ഒന്ന് നോക്കിയപ്പോഴാണ് ഈ ഇലക്ട്രോണിക്സിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു തവണ അധികമായിട്ട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക്സിനും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ദ ടൈപ്സ് ഓഫ് ഡയോഡ് സ്യൂട്ടബിൾ ഇൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോർ ഹാൻഡ്ലിംഗ് ലാർജ് പവർ. അത് ഏത് ഡയോഡാണ്? പിൻ ഡയോഡാണ് ആൻസർ വരുന്നത്. പിന്നെ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വേണം ടു കൗണ്ട് ഫ്രം 0 to 1 or 2, 3. പിന്നെ എന്താ, മൈക്രോ പ്രോസസ്സറിൽ ദ രജിസ്റ്റർ വിച്ച് ഹോൾഡ്സ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. ഇതൊക്കെ മൈക്രോ പ്രോസസ്സറിൽ ബേസിക് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താ, 8085 ഈസ് എ 8-bit മൈക്രോ പ്രോസസ്സർ. ഇതും സ്ഥിരമായിട്ട് കാണുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെറ്റിൻ്റെ ബൂസ്റ്റർ ക്ലാസ്സുകളിലൊക്കെ കണ്ടതാണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂണിവേഴ്സൽ ഗേറ്റ്, അതും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് സെറ്റ് എക്സാമിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ഫോക്കസ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അടുത്ത എക്സാമിലേക്ക് നോക്കുമ്പോൾ അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഫോക്കസ് ഏരിയസ് മാത്രം നോക്കാതെ ലാസ്റ്റ്ലി കഴിഞ്ഞ ഫെബ്രുവരിയിലെ എക്സാമിലെ ഫോക്കസ് ടോപ്പിക്സും കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നെക്സ്റ്റ് ജൂണിലേക്കുള്ള സെറ്റിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ CCയിൽ സെറ്റിൻ്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ CCയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരിയേറെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സാമുകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ, ജസ്റ്റ് ഒന്ന് പ്രോബ്ലം ഒക്കെ നിങ്ങൾക്കൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ CCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ സെറ്റിൻ്റെ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഫീച്ചേഴ്സ് വരുന്നത് ക്ലാസ്സിൻ്റെ ഫുൾ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ 400+ ലൈവ് ക്ലാസ്സുകളാണ്. പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി മോഡൽ എക്സാം ഉണ്ടാവും. പിന്നെ എന്താ, ഡെയിലി വർക്കൗട്ട്സ് ഉണ്ട്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. ഓക്കെ, പിന്നെ സെറ്റിൻ്റെ നമ്മൾ ആ ഒരു ഫുൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അടുത്ത സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ലോങ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന 974645
514 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വിളിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന സെറ്റ് എക്സാം ജൂണിലെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ.